പ്രൈസ് ലോർഡ്. നിങ്ങളെല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കൈകളാൽ അത്ഭുതമായി നടത്തിടും മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹം എന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചുടുമതി യേശുവിൻ്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചുടുമതി യേശുവിൻ്റെ കൂടെ മതി. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. ഇത്രപ്പം പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 ഒക്ടോബർ മാസം 19-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നാം ദൈവത്തിന് വിലപ്പെട്ടവരാണ്. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക് 1 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങൾ. വ്യർത്ഥവും പ്രതിർപാരമ്പര്യമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. 19-ാമത്തെ വാക്യം. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. പ്രിയരെ, ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത് നാം ദൈവത്തിന് വിലപ്പെട്ടവരാണ് എന്നുള്ളതാണ്. വായിക്കപ്പെട്ട വാക്യങ്ങൾ ഞാനും നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, വ്യർത്ഥവും പ്രതിർപാരമ്പര്യമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തത് പൊന്ന്, വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ നമ്മെ വീണ്ടെടുത്തത് എന്ന് നാം തിരിച്ചറിയുന്നു. പ്രിയരെ, എന്റെയും നിങ്ങളുടെ വീണ്ടെടുപ്പിന്റെ വിലയെന്ന് പറയുന്നത് സ്വന്തം പുത്രന്റെ അല്ലെങ്കിൽ പിതാവിന്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രന്റെ രക്തം കൊണ്ടത്രേ. അപ്പോൾ നമ്മുടെ വില ഈ പ്രഭാതത്തിൽ നാം തിരിച്ചറിയണം. നമ്മുടെ വില സ്വർഗമിട്ടിരിക്കുന്നത് തൻ്റെ പുത്രൻ്റെ രക്തത്തിൻ്റെ വിലയാണ് എന്ന് പറഞ്ഞാൽ ഇതിന് മുകളിൽ വലിയൊരു വിലയില്ല. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഭാരപ്പെട്ട് നിരാശപ്പെട്ട് ആരൊക്കെയോ നിങ്ങളെ ആ ഓഫീസിൽ അല്ലെങ്കിൽ ആ ജോലി സ്ഥലത്ത് വിലയില്ലാത്തവരായി കാണുമ്പോൾ, ആ കുടുംബത്തിൽ വിലയില്ലാത്തവരായി കാണുമ്പോൾ, ആ പട്ടണത്തിൽ വിലയില്ലാത്തവരായി കാണുമ്പോൾ, ചിലവർ ആരില്ല ഭാവിയെല്ലാം അടഞ്ഞ് വിവാഹം നടക്കാതെ ശാരീരിക ബുദ്ധിമുട്ടിൽ അല്ലെങ്കിൽ രോഗത്തിൽ, ഭാരത്തിൽ, കടബാധ്യതയിലൊക്കെ ജീവിതം മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ നോക്കി അത്ഭുതത്തോടെ ആശ്ചര്യത്തോടെ വിളിച്ചു പറയുന്നു, നിങ്ങൾ വിലയുള്ളവരാണ്. യേശുവിലേക്ക് ഒരാൾ വരുമ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന വില സ്വർഗത്തിലെ ഏറ്റവും വലിയ വിലയായ സ്വപുത്രൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ ആ രക്തത്തിൻ്റെ വില നിങ്ങളുടെ മേളിൽ വെളിപ്പെട്ടു വരട്ടെ. ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ അവിടുത്തെ ഏറ്റവും വിലയുള്ള വസ്തുക്കളെ അവർ അധികം സൂക്ഷ്മതയോടെ സൂക്ഷിക്കും. ഇതേപോലെ നിങ്ങളെ ദൈവം സൂക്ഷിക്കുന്നത് ഞാനും നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞാൽ അവിടെയാണ് വലിയ അത്ഭുതം സംഭവിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവന് നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചു. എന്നെ കേൾക്കുന്നവരെ, യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നശിക്കത്തില്ലെന്നുള്ളത് വലിയ പ്രോമിസാണ്. നിങ്ങൾ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് പറ, എൻ്റെ വില വലുതാണ്. ഹല്ലേലൂയ. എന്നെ ലോകം കണ്ടതോ, എൻ്റെ വീട്ടുകാർ കണ്ടതോ, എൻ്റെ ജോലി സ്ഥലത്ത് കണ്ടതോ, എൻ്റെ പട്ടണക്കാർ കണ്ടതുപോലല്ല. ഈ വചനം കേൾക്കുമ്പോൾ ഞാനൊന്ന് തിരിച്ചറിയുന്നു, എന്നെ സ്വർഗം വില കൊടുത്താണ് വാങ്ങിച്ചിരിക്കുന്നത്. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നു, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ
ദൈവ പൈതൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മകനെന്നും മകളെന്നും വിളിക്കപ്പെടുവാൻ പിതാവ് ഒരു വലിയ വിലയാണ് കൊടുത്തിരിക്കുന്നത്. ആ വില ഈ പകൽ തിരിച്ചറിഞ്ഞ് നിങ്ങളെ ശാരീരികമായി പിടിച്ചു കുലുക്കുന്ന വിഷമങ്ങളെ, രോഗത്തെ നോക്കിയിട്ട് നിങ്ങൾ വിളിച്ചു പറയണം, യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ് എന്നെ ജയിപ്പിക്കാൻ പോകുന്നത്, എന്നെ സൗഖ്യമാക്കാൻ പോകുന്നത്. ഈ സമയം മുതൽ നിങ്ങൾ വിലയുള്ളവരാണെന്ന് നിങ്ങൾ പറയാൻ തുടങ്ങണം. ഹല്ലേലൂയ. നമുക്ക് വ്യക്തമായിട്ടറിയാം, നാം താമസിക്കുന്ന പട്ടണങ്ങളിൽ അവിടുത്തെ ആ പട്ടണത്തിൻ്റെ അധികാരികളെ പട്ടണക്കാർ വിലയുള്ളവരായിട്ടാണ് കാണുന്നത്. അവരെ സൂക്ഷിക്കുവാൻ, ആ പട്ടണത്തിലെ ഉന്നത മേധാവിമാരെ സൂക്ഷിക്കുവാൻ പ്രൊട്ടക്ഷനുണ്ട്. ഇതേപോലെ നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ 91 സങ്കീർത്തനം 11 വാക്യം പറയുന്നു, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദൂതന്മാരുടെ കാവലുള്ളവരാണ് നിങ്ങൾ. നിങ്ങൾ തകർന്നു പോകത്തില്ല, നിങ്ങൾ നശിച്ചു പോകത്തില്ല. നിങ്ങളുടെ വഴികളെ സൂക്ഷിക്കുവാൻ ഇതാ സ്വർഗം ഏൽപ്പിച്ചിരിക്കുന്നു. ദൂതന്മാർ ഈ പ്രഭാതത്തിലും ചലിക്കുന്നു. നാം ഇത് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴാണ്, നാം ഇത് തിരിച്ചറിഞ്ഞ് ദൈവമേ എന്ന് വിളിക്കാൻ തുടങ്ങുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നത്. ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കാമോ? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 26 വാക്യം. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകൾ കൂട്ടിവെക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലോ. ഈ വചനം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേ. ആകാശത്തിലെ പറവകളെ നിങ്ങൾ നോക്കണം. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്നായ അവയുടെ പിതാവ് എന്നല്ല അവിടെ കൊടുത്തിരിക്കുന്നത്, സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് അവയെ പോറ്റി പുലർത്തുന്നുവല്ലോ. അവയേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരെന്ന് സാധാരണ നമ്മുടെ കയ്യിലിരിക്കുന്ന മലയാളം ട്രാൻസ്ലേഷൻ പറയുമ്പോൾ, അവയേക്കാൾ ഞാനും നിങ്ങളും വലിയ വിലയുള്ളവരാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. നമ്മൾ ഈ കാണുന്ന ആ കാക്കയായാലും പറവകളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അവയ്ക്ക് ഏതെങ്കിലും സർക്കാർ ആഹാരം കൊടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു സർക്കാർ അല്ലെങ്കിൽ അധികാരികളാരും ആഹാരം കൊടുക്കാതെ സ്വർഗസ്നായ എൻ്റെയും നിങ്ങളുടെ പിതാവെന്ന് പറയുന്നത് ബന്ധത്തെ കാണിക്കുകയാണ് കേട്ടോ. എനിക്ക് നിങ്ങൾക്കൊരു പിതാവുണ്ട്. ആ പിതാവ് എന്നുള്ള ആഴത്തിനകത്ത് നിന്ന് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം താഴോട്ട് വാക്യങ്ങൾ വരുമ്പോൾ, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കുമെന്ന് നിങ്ങൾ വിചാരപ്പെടരുത്. ഇവയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു, ഇവയൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് സ്വർഗസ്നായ പിതാവ് അറിയുന്നുവല്ലോ. നമ്മെ അറിയുന്ന, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു വലിയ പിതാവുണ്ട്. ആകയാൽ ഞാൻ നിങ്ങളെ നോക്കി ഒരു ദൂത് കൈമാറുകയാണ്. ഒരു പറവയും ആഹാരം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സൂയിസൈഡ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ജീവിതത്തിനകത്ത് തളർന്നു പോകാതെ, ഇനി ജീവിക്കേണ്ട എന്ന് പറയാതെ, ഈ പ്രഭാതം മുതൽ നിങ്ങളും ഞാനും ഒരുമിച്ച് പറയണം, ഞാൻ വിലയുള്ള ആളാണ്. വിലയുള്ള ആളാണെന്ന് പറയുമ്പോഴാണ് ശത്രു പേടിക്കുന്നത്, ശത്രു നിങ്ങളെ വിട്ട് ഓടിപ്പോകാൻ നോക്കുന്നത്. നിങ്ങൾ യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. അങ്ങനെ വിശ്വസിക്കേണ്ടവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇപ്പോൾ രോഗത്തെ നിങ്ങൾ ജയിക്കാൻ പോകുകയാണ്. ഇപ്പോൾ നിങ്ങൾ പ്രതിസന്ധിയെ മറികടക്കാൻ പോകുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ അത്ഭുതകരമായ വഴി തുറക്കാൻ പോകുന്നു. കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വില പുത്രൻ്റെ രക്തമാണ്. ആ രക്തത്തിൻ്റെ വില ഞങ്ങളുടെ മേളിൽ ഇപ്പോൾ അത്ഭുതകരമായി ചലിക്കട്ടെ. ഞങ്ങൾ രോഗികളാകത്തില്ല, ഞങ്ങൾ സൗഖ്യമാക്കും, ഞങ്ങൾ കടബാധ്യതയിൽ അവസാനിക്കത്തില്ല. ഞങ്ങൾക്ക് വേണ്ടി അത്ഭുത വഴികൾ തുറക്കും. കർത്താവേ, എവിടെ നിന്ദിക്കപ്പെട്ടോ, എവിടെ തകർന്നോ അവിടെ മാനിക്കുന്ന ദൈവത്തിൻ്റെ കരം ഇപ്പോൾ മുതൽ വെളിപ്പെട്ട് വരട്ടെ. യേശുവിൻ്റെ രക്തത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും വൈകിട്ട് ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങൾ ഈ സൂം ID വേണ്ടി ഇപ്പോൾ തന്നെ വിളിക്കണം. സൂം ID ലഭിക്കുന്നവർ മറ്റുള്ളവരിലേക്ക് കൊണ്ട് ഇത് അറിയിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ വലിയ ദൈവപ്രവൃത്തി, വലിയ വർധനവ് നാം കാണും. ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി വെളിപ്പെടട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.